ഇന്ന് നമ്മളൊരു ഹോം ടൂർ നടത്തുകയാണ്. വേറെ ഈ വീട് മറ്റാരുടേതുമല്ല, മറിയക്കുട്ടി ചേട്ടത്തിയുടേതാണ്. ചേട്ടത്തി, വീട് അടിപൊളിയാണല്ലോ? അടിപൊളിയാ. എനിക്ക് നല്ല പണിക്കാരെ കിട്ടി. അതുപോലെ പണിയെടുത്ത് പണിയിപ്പിച്ച പള്ളത്തൂടി ബാബു മെമ്പർ അടിപൊളി ആളായിരുന്നു. ഒന്നാമെന്ന് തുടങ്ങിയ ആളാ. ഇത് തീരുന്നോടെ മരയുണ്ടായിരുന്നു. KPCC പണിത് തന്ന വീടാണ്. KPCC പണിത വീടാ. എന്തൊക്കെ സൗകര്യമുണ്ട് വീട്ടില്? എല്ലാ സൗകര്യമുണ്ട്. 2 മുറികളുണ്ട്. 2 മുറിയുണ്ട്, 2 ബാത്റൂമുണ്ട്, അടുക്കളയുണ്ട്, തെന്നുണ്ട്, എല്ലാം ഉണ്ട്. ഹാപ്പിയാണ്? ഹാപ്പിയാ. നാളെ ഇപ്പൊ എന്താ പരിപാടി? നാളെ പഴയ പരിപാടി തുടങ്ങും. വീട്ടുകളിലൊന്നുമില്ല. ഇറങ്ങാൻ തീരുമാനിച്ചാ ഇറങ്ങിയേക്കണേ. നാളെ താക്കോല് തരും. നാളെ താക്കോല് തരും. നാളെ എല്ലാവരും ഉണ്ടാവും. എല്ലാ ചെമ്മീത്തല, കുര്യാക്കോ എല്ലാവരും ഉണ്ട്. പെൻഷനൊക്കെ കിട്ടുന്നുണ്ട്? പെൻഷനൊന്നും കിട്ടുന്നില്ല. 6 മാസം കിട്ടാണ്ട്. ആരെയും മുറിയും തന്നിട്ട് അത് കൂട്ടാൻ പറ്റിയല്ല. സമരത്തിന് ഇറങ്ങേണ്ടി വരും. സമരം ഇടാൻ പറ്റുമോ? പിന്നെ ഇറങ്ങിപ്പോകാതെ പോകുന്നോടം വരെ പോകും. നാളെ താക്കോല് കിട്ടിയാൽ നാളെ തന്നെ ഇങ്ങോട്ട് മാറുന്നുണ്ടോ? അതോ ഇത് ഉദ്ഘാടനം കഴിയണം. നാളെ മാറിയല്ല, ചിങ്ങത്തിലോ മാറുള്ളൂ. ചിങ്ങമാസം പണിക്കാരെയൊക്കെ വിളിക്കണം, എല്ലാവരെയും വിളിക്കണം. ഇതിന് സഹകരിച്ചവരൊക്കെ ഉണ്ട്. പിന്നെ ഞങ്ങളെയൊക്കെ വിളിക്കുന്നില്ലേ? എല്ലാവരെയും നേതാക്കന്മാരെല്ലാം കോൺഗ്രസ്സുകാരെയും കൈപിടിയല്ല. അന്നും വന്നവരല്ല. അന്നും എല്ലാവരും വേണം. എല്ലാ ചാലുകാരും വരും. CPM വേണ്ട. കാരണം ഞങ്ങളുടെ വീട്ടിലെ കൊച്ചങ്ങളെ തട്ടിക്കൊണ്ട് പോകും. പേടിയാ. എന്തായാലും മറിയക്കുട്ടി ചേട്ടത്തിക്ക് പുതിയ വീട് കിട്ടുകയാണ്. നാളെ K. സുധാകരൻ വൈകിട്ട് 4 മണിക്ക് താക്കോല് മറിയക്കുട്ടി ചേട്ടത്തിക്ക് നൽകും. ഏറെ നാളത്തെ ആയിട്ടുള്ള ഒരു ആഗ്രഹമായിരുന്നു നല്ല വീട് എന്നുള്ളത്. ആ ആഗ്രഹം എന്തായാലും സഫലീകരിക്കപ്പെടുകയാണ്. അതിന്റെ സന്തോഷവും മറിയക്കുട്ടി ചേട്ടത്തിക്കുണ്ട്. എല്ലാവരോടും ഇതേപോലെ തന്നെ നിങ്ങളൊക്കെ പുറത്ത് വിട്ടു, ഞങ്ങളോടുകൂടി സഹകരിച്ചു. അത് എന്നേക്കും മരണം വരെ എനിക്ക് വേണമെന്ന് ആഗ്രഹം. ഞാൻ ഇനിയും ഇറങ്ങും, സമരത്തിന് ഇറങ്ങും, എല്ലായിടത്തും പോകും. ആര് വിളിച്ചാലും പോകും. അങ്ങനെ മറിയക്കുട്ടി ചേട്ടത്തിയുടെ പുതിയ വീട്ടിൽ നിന്ന് വിനു കാഞ്ഞിരപ്പള്ളിക്കൊപ്പം ജയനസ് രാജു, മാതൃഭൂമി ന്യൂസ്.